UDF-നുമുണ്ട് LDF-നുമുണ്ട് വിമത ശല്യം. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന റിജിൽ മാക്കുറ്റിക്കെതിരെ പ്രാദേശിക ലീഗ് നേതാവ് മുഹമ്മദ് അലി മത്സരിക്കുകയാണ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് KN ബിന്ദുവാണ് വിമത. കണ്ണൂരിൽ 14ഇടത്ത് LDF-ന് എതിരില്ല. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, ഈ നഗരസഭയിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ UDF-ന്റെ വിമത ശല്യം അത് എത്രത്തോളം ഭീഷണി ഉയർത്തുന്നുണ്ട്? പ്രത്യേകിച്ച് റിജിൽ മാക്കുറ്റിക്ക് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് ഇവർക്കെല്ലാം വിമത ശല്യമുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ ഇതൊരു വലിയ ഭീഷണിയായി മാറും എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കൾ? രതീഷ്, കണ്ണൂർ കോർപ്പറേഷൻ എന്നത് കണ്ണൂരിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ വിമത ശല്യം തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PK രാഗേഷ്, അതായത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ PK രാഗേഷ് 15 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അത് ആരുടെയൊക്കെ വോട്ടുകൾ പിടിക്കുമെന്നത് വളരെ നിർണായകമാണ്. പലയിടങ്ങളിലും PK രാഗേഷ് സ്വന്തം നിലയിൽ മത്സരിക്കുന്നുണ്ട്, അനുയായികളെ മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ണൂർ കോർപ്പറേഷനിൽ UDF-ന്റെ സാധ്യതകളെ എത്രമാത്രം ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ റിജിൽ മാക്കുറ്റി മത്സരിക്കുന്നത് കണ്ണൂർ സിറ്റിയിലുള്ള ആദ്യ കടലായി വാർഡിലാണ്. അവിടെയാണ് ലീഗ് വിമതൻ റിജിൽ മാക്കുറ്റിക്കെതിരെ പത്രിക നൽകിയത്. ഇന്നിപ്പോൾ പത്രിക പിൻവലിക്കേണ്ട സമയമായിട്ട് പിൻവലിച്ചിട്ടില്ല. മുഹമ്മദ് അലിയാണ് മത്സരിക്കുന്നത്. ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ അതൊരു CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ അപ്പോൾ പോലും റിജിൽ മാക്കുറ്റിയുടെ പ്രതീക്ഷകൾക്ക് അത് മങ്ങലേൽപ്പിക്കുമെന്നും ഉറപ്പാണ്. പിന്നീട് കണ്ണൂർ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പി ഇന്ദിരയാണ്. നേരത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു. അപ്പോൾ ഇന്ദിരയ്ക്കും അവിടെ പയ്യാമ്പലം വാർഡിൽ വിമതയുണ്ട്, അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ബാധിക്കും എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ. UDF-ന് മാത്രമല്ല, ലീഗിനും CPM-നും, അതായത് CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമെന്നാണ് കണ്ണൂർ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ CPM-ന് പോലും കണ്ണൂരിൽ വിമതന്മാരുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒന്ന് പയ്യന്നൂർ നഗരസഭയാണ്. പയ്യന്നൂരിൽ കുറേ നാളുകളായി വിഭാഗീയത പാർട്ടിയിൽ അതിശക്തമാണ്. കാരാവാർഡിൽ, പയ്യന്നൂർ നഗരസഭയിലെ കാരാവാർഡിലാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ വൈശാഖ് സി മത്സരിക്കുന്നത്. കോൺഗ്രസ് S ആണ് എതിർ സ്ഥാനാർത്ഥി. വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. മറ്റൊന്ന് ചെറുകുന്ന് പഞ്ചായത്താണ്, CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കുന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ബാബുരാജ് പത്രിക സമർപ്പിക്കുകയുണ്ടായി. ആ പത്രിക പിൻവലിച്ചിട്ടില്ല. അവിടെയും വിമതൻ CPM-ന് ഭീഷണി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി ഇവർക്കെതിരെ അടക്കം നടപടി സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ലീഗ് കണ്ണൂർ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം UDF അധികാരത്തിൽ വരികയാണ്. ലീഗിനാണ് ആദ്യം നൽകുക. പിന്നീട് 2.5 വർഷത്തിന് ശേഷം മേയർ സ്ഥാനത്തേക്ക് ലീഗ് എത്താനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ലീഗ് മേയർ സ്ഥാനത്തേക്ക് മുൻകൂട്ടി കാണുന്ന താഹിർ വാരം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയും സമസ്തയുടെ പിന്തുണയോടുകൂടി തന്നെ എതിർ സ്ഥാനാർത്ഥി, വിമത സ്ഥാനാർത്ഥി നിൽക്കുന്നു. അങ്ങനെ രണ്ടിടത്തും, അതായത് രണ്ട് മുന്നണി 14ഇടത്ത് LDF എതിരില്ലാതെയും വിജയിക്കപ്പെട്ടല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം 2020 18 ഇടങ്ങളിലാണ് LDF കണ്ണൂർ ജില്ലയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ 14 സ്ഥലങ്ങളിലാണ്. അതിലേറ്റവും കൂടുതൽ കണ്ണപുരത്താണ്. കണ്ണപുരത്ത് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട്, അവിടെ CPM-ന്റെ ഭീഷണിയല്ല, അവിടെ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ട് പോയില്ല, സംഘടനാ വീഴ്ചയാണ് എന്നതാണ് DC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത്. കണ്ണപുരം പഞ്ചായത്തിലാണ് 6 ഇടങ്ങളിൽ LDF എതിരില്ലാതെ വിജയിച്ചത്. ഒപ്പം തന്നെ ആന്തൂർ മുനിസിപ്പാലിറ്റി, അവിടെ 2015 14 വാർഡുകളിൽ LDF എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, CPM ആണ്. ഒപ്പം കഴിഞ്ഞ തവണ അത് 7 ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് 5 ആയി കുറച്ചുകൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 5 ഇടത്തും എതിർ സ്ഥാനാർത്ഥികളില്ല. പക്ഷേ അത് ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. മലപ്പട്ടത്ത് സമാനമായ സ്ഥിതിയാണ്. അവിടെ 3 ഇടങ്ങളിൽ എതിരില്ലാതെ ഇപ്പോൾ CPM-ന് വിജയിക്കാൻ കഴിയും.